നമ്മൾ പലതരം പ്രാങ്ക് വീഡിയോസുകൾ കാണാറുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായാണല്ലോ എല്ലാവരും കാണുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ പ്രാങ്ക് ചെയ്ത് ശരിക്കും മനുഷ്യരുടെ ജീവനെടുത്ത അഥവാ മരണത്തിലെത്തിച്ച 5 പ്രാങ്കുകളാണ് മിസ്റ്റർ എഡിയുടെ ഇന്നത്തെ അധ്യായം. നമ്മുടെ ലിസ്റ്റിൽ 5ാമതായുള്ളത് ഹാലോവിൻ പ്രാങ്ക് ഡെത്ത് ആണ്. ധാരാളം പ്രാങ്കിങ് നടക്കുന്ന ഒരു ദിവസമാണല്ലോ ഹാലോവിൻ ഡേ എന്ന് പറയുന്നത്. എന്നാൽ ഹാലോവിൻ പ്രാങ്ക് ഒരു ടീനേജറുടെ മരണത്തിന് കാരണമാക്കിയിരിക്കുന്നു. അമേരിക്കയിലെ കെൻഡക്കി എന്ന സ്ഥലത്താണ് ഈ ഒരു ഹാലോവിൻ പ്രാങ്ക് മരണം സംഭവിക്കുന്നത്. ജോർദാൻ മോർലാൻ എന്നൊരു ടീനേജർ അമ്മയോടൊപ്പം ചേർന്ന് ചെറിയ സഹോദരിയെ പ്രാങ്ക് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ വീടിനടുത്തുള്ള ഒരു മരത്തിൽ അവൻ തൂങ്ങി നിൽക്കുന്നതിനായി ഒരു കയറ് കെട്ടി. മാത്രമല്ല, സഹോദരി തന്നെ അന്വേഷിക്കുമ്പോൾ ആ മരത്തിൽ തൂങ്ങി നിൽക്കാനായിരുന്നു അവൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ പ്രതീക്ഷിച്ചതുപോലെ സഹോദരി അവനെ അന്വേഷിച്ചു. അപ്പോൾ തന്നെ അവന്റെ കഴുത്ത് ആ കയറിൽ കയറ്റിവെച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ പെട്ടെന്ന് കയറ്റിയതിനാൽ ആ കയർ അവന്റെ കഴുത്തിൽ മുറുകിപ്പോയി. അങ്ങനെ ഇത് കണ്ട് സഹോദരി അവന്റെ അടുത്തേക്ക് പോയപ്പോൾ അവന് ബോധമില്ലായിരുന്നു. ഉടനെ അവൾ അമ്മയോട് ചെന്ന് കാര്യം പറഞ്ഞു. പക്ഷെ പ്രാങ്ക് ആയതിനാൽ അമ്മ ശ്രദ്ധിച്ചില്ല. പക്ഷെ അവൾ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ മരത്തിനടുത്തേക്ക് പോയി. അപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി അവൻ അപകടത്തിലായെന്ന്. അങ്ങനെ അവിടെ നിന്നും പെട്ടെന്ന് ജോർദാൻ മോർലാനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷെ അവന്റെ അവയവങ്ങളെല്ലാം ഓരോന്നായി നഷ്ടപ്പെടാൻ തുടങ്ങി. മാത്രമല്ല, അവിടെ നിന്ന് 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മോർലാൻ മരണപ്പെട്ടു. മരണത്തിനിടയാക്കിയ അടുത്ത പ്രാങ്ക് എന്ന് പറയുന്നത് ഒരു ഗൊറില്ല അഥവാ ബിഗ് ഫുഡ് ഗില്ലി സ്യൂട്ട് ധരിച്ച് ഹൈവേ റോഡിലേക്ക് ചാടി ആളുകളെ ഭയപ്പെടുത്തിയതാണ്. ഒരു ഉദാഹരണമായി, നമ്മളൊരു കാട്ടിനരികിലൂടെ വാഹനത്തിൽ പോവുകയാണെങ്കിൽ കാട്ടിലെ മരത്തിന് പിന്നിൽ നിന്നും ഒരു ഗൊറില്ല പെട്ടെന്ന് റോഡിലേക്ക് ചാടിയാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? തീർച്ചയായും നമ്മൾ ഭയന്ന് വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടുപോകും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. USA മോണ്ടാന ഹൈവേയിലാണ് ഈ ഒരു ഗില്ലി സ്യൂട്ട് പ്രാങ്ക് മരണം സംഭവിക്കുന്നത്. ടെൻലി എന്ന വ്യക്തി ബിഗ് ഫുഡ് ഗില്ലി സ്യൂട്ട് ധരിച്ച് മോണ്ടാന ഹൈവേയിലേക്ക് ചാടുകയായിരുന്നു. ഇയാൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ആളുകളെ ഭയപ്പെടുത്തി പ്രാങ്ക് ചെയ്യാനായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ പെട്ടെന്ന് ഇത് കണ്ട ഒരു കാർ ഡ്രൈവർ പേടിച്ച് നിയന്ത്രണം വിട്ടു ഗില്ലി സ്യൂട്ട് ധരിച്ചിരിക്കുന്ന ടെൻലിയുടെ മുകളിലൂടെ വണ്ടി കുതിച്ചു കയറ്റി. മാത്രമല്ല, ടെൻലിക്ക് അപ്പോൾ തന്നെ ജീവൻ നഷ്ടമായി. ഒരുപക്ഷെ അദ്ദേഹം ഇത്രയും ഡേഞ്ചറസ് ആയ ഒരു പ്രാങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. 3ാമതായി ജീവനെടുത്ത പ്രാങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പ്രാങ്കിലേക്ക് പോകാം. റോഡിലെ സ്റ്റോപ്പ് സൈൻ ബോർഡ് ഒരു പ്രാങ്കിന്റെ ഭാഗമായി മായ്ച്ചു കളഞ്ഞതാണ് വലിയ അപകടമുണ്ടാക്കിയത്. നമുക്കറിയാം ഈ റോഡുകളിലുള്ള സൈനുകൾ വാഹനം ഓടിക്കുമ്പോൾ എത്രത്തോളം പ്രധാനമാണെന്ന്. അതില്ലെങ്കിൽ ധാരാളം അപകടങ്ങളും സംഭവിക്കും. ഒരു ദിവസം അമേരിക്കയിലുള്ള ഗ്രീൻലിയും സെത്സ്റ്റോണും എന്ന 2 വ്യക്തികൾ പ്രാങ്കിന്റെ ഭാഗമായി റോഡിലുള്ള സ്റ്റോപ്പ് സൈൻ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് മൂടി. മാത്രമല്ല, ഈ ഒരു സ്റ്റോപ്പ് സിഗ്നൽ കാണാതെ പിന്നീട് 2 വണ്ടികൾ കൂട്ടിയിടിച്ച് വലിയൊരു അപകടം സംഭവിച്ചു. അതുമൂലം 2 സ്ത്രീകൾക്ക് അവരുടെ ജീവൻ നഷ്ടമായി. അതുപോലെ തന്നെ ഇത് ചെയ്ത 2 വ്യക്തികളെ ജയിലിലും അടച്ചു. അടുത്തതായി നമ്മുടെ ലിസ്റ്റിലുള്ളത് 1980 നടന്ന ട്രെയിൻ അപകടമാണ്. നമ്മൾ സുഹൃത്തുക്കളോടൊപ്പമാണെങ്കിൽ സ്വാഭാവികമായും ഇത്തിരി തമാശകൾ കൂടുതലായിരിക്കും. ഈ ഒരു തമാശ തന്നെയാണ് ന്യൂയോർക്കിലെ ട്രെയിൻ ദുരന്തത്തിനു കാരണമാക്കിയത്. ഒരു ദിവസം കുറച്ച് സുഹൃത്തുക്കൾ ന്യൂയോർക്കിലെ ന്യൂജേഴ്സി റെയിൽവേ ട്രാക്കിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അവരിൽ ഒരാൾ ട്രാക്കിനു സമീപം ഒരു സ്വിച്ച് കണ്ടു. അതായത് ട്രാക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്വിച്ചാണത്. ആ ട്രാക്ക് ചേഞ്ച് ചെയ്യുന്ന സ്വിച്ച് മാറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി അവൻ ആ സ്വിച്ച് ചേഞ്ച് ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ചേഞ്ച് ചെയ്ത ട്രാക്കിലൂടെ ഒരു ട്രെയിൻ വന്നപ്പോൾ അത് നേരെ ഫാക്ടറിയിൽ ഇടിച്ചു കയറി. മാത്രമല്ല, അതിനു മുമ്പിലുണ്ടായിരുന്ന ജോൺ ഡഫ് എന്ന വ്യക്തിക്ക് ജീവൻ നഷ്ടമായി. പിന്നീട് ആ സ്വിച്ച് മാറ്റിയ ആളെ 22 മാസം ജയിലിലടച്ചു. നമ്മുടെ ലിസ്റ്റിൽ അവസാനമായി ഉള്ളത് ഇത്തിരി സങ്കടം തോന്നിക്കുന്ന മരണമാണ്. റഷ്യയിലെ ഒരു സ്കൂളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സ്കൂൾ കുട്ടികൾ ചേർന്ന് സെർജി കാസ്പർ എന്ന കുട്ടിയെ ബുള്ളിങ് ചെയ്ത് ക്രൂരമായി ആക്രമിച്ചു. അതായത് കുറച്ച് കുട്ടികൾ ചേർന്ന് കാസ്പറിനെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് റോൾ ചെയ്ത് കെട്ടിയിടുകയായിരുന്നു. മാത്രമല്ല, അവന്റെ ശരീരം ഒരു രീതിയിലും അനക്കാൻ അവന് സാധിച്ചില്ല. കാസ്പറിനെ ബാത്റൂം തൊട്ട് ക്ലാസ് റൂം വരെ വലിച്ചയച്ചു. അവിടെ നിന്നും കാലിന്റെ ബാലൻസ് തെറ്റി കാസ്പർ ഡെസ്കിന് മുകളിൽ തൊണ്ടയടിച്ചു ശ്വാസം മുട്ടി മരിച്ചു. പക്ഷേ ഇതെല്ലാം കണ്ടുനിന്ന കുട്ടികൾ പ്രാങ്ക് ചെയ്തതിനാൽ ചിരിക്കുകയായിരുന്നു. ഒരു കുറ്റവും ചെയ്യാതെ പ്രാങ്കിന് നിന്നു കൊടുത്തത് കൊണ്ടാണ് കാസ്പറിന് ജീവൻ നഷ്ടമായത്. അപ്പോൾ ഇനി മുതൽ പ്രാങ്കുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് സുരക്ഷ ഉറപ്പാക്കി ചെയ്യുക. എന്തായാലും ഇന്നത്തെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഇനി ഇതിനും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. സോ ബൈ.